നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിന്ധു നദിയിൽ കൈവച്ചാൽ പിന്നെ ഇന്ത്യയുടെ തല കാണില്ല എന്നും പാകിസ്ഥാൻ ഒരാണവ രാഷ്ട്രമാണ് എന്നുള്ള കാര്യം മറക്കരുത് എന്നുള്ള ഭീഷണികൾ തുടരെ പാകിസ്ഥാനിൽ നിന്ന് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സിന്ധു നദീജല കരാർ റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ നീക്കത്തോട് പാകിസ്ഥാൻ ഇപ്പോൾ ഭീഷണിയാണ് പുറത്തെടുത്തിരിക്കുന്നത്. സത്യത്തിൽ തൊള്ളയ്ക്ക് താഴെ വെള്ളമിറങ്ങണമെങ്കിൽ ഇന്ത്യ വിചാരിക്കണം. അതും മുട്ടിക്കാൻ ഇന്ത്യ തീരുമാനിക്കുമ്പോഴാണ് ഭീഷണിയുടെ സ്വരവുമായി ഇക്കൂട്ടർ ഇറങ്ങിയിരിക്കുന്നത്. വെള്ളം നൽകിയില്ലെങ്കിൽ യുദ്ധമെന്ന് പറഞ്ഞ പാക് പ്രതിരോധ മന്ത്രി പാകിസ്ഥാൻ ആണവ രാഷ്ട്രമാണെന്ന കാര്യം മറക്കരുത് എന്നാണ് ഇപ്പോൾ വെല്ലുവിളിച്ചിരിക്കുന്നത്. പിന്നാലെ നിയന്ത്രണ രേഖയിൽ കഴിഞ്ഞ ദിവസം രാത്രിയും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനമുണ്ടായിരുന്നു. അതേസമയം ഇന്ത്യയുമായും പാകിസ്ഥാനുമായും സമ്പർക്കത്തിലാണെന്ന് പ്രതികരിച്ച ഡൊണാൾഡ് ട്രംപ് ഭീകരാക്രമണത്തെ കശ്മീർ തർക്കത്തോട് ചേർത്ത് വ്യാഖ്യാനിച്ചു. മോശം ആക്രമണമാണ് ഇത്തവണയും നടന്നതെന്ന് ട്രംപ് പറഞ്ഞു. പല രാഷ്ട്രത്തലവന്മാരും ഇന്ത്യക്ക് പിന്തുണ അറിയിച്ച് രംഗത്തേക്ക് വരുന്നതിന്റെ കലിപ്പിലുമാണ് ഇപ്പോൾ പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ ഇന്ത്യ കരാറിൽ നിന്ന് പിന്മാറുന്നത് ഒരു വട്ടം കൂടി ചിന്തിക്കണം എന്നാണ് പാകിസ്ഥാൻ ഭരണകൂടത്തിലെ മന്ത്രിമാരൊക്കെ ഇപ്പോൾ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. പാക് പ്രതിരോധ മന്ത്രി വീണ്ടും ആവർത്തിക്കുകയാണ്, പാകിസ്ഥാൻ ആണവ രാഷ്ട്രമാണ്, ഇന്ത്യ അത് ഓർക്കണമെന്ന്. തിരിച്ച് ഇന്ത്യക്കും പറയാനുള്ളത് അത് തന്നെയാണ്. പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ നിരന്തരം ഇന്ത്യക്ക് നേരെ പ്രകോപനം സൃഷ്ടിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭീകരവാദികളെ പിന്തുണച്ചുകൊണ്ടായിരുന്നു ഖ്വാജ പ്രതികരണങ്ങൾ നടത്തിയത്. ഭീകരവാദികളെ സഹായിക്കാറുണ്ടെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറഞ്ഞ കിഴങ്ങൻ കൂടിയാണ് ഇയാൾ. ലോകരാജ്യങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ബോധം പോലും ഇക്കൂട്ടർക്കില്ല. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി ഭീകരവാദികൾക്ക് സാമ്പത്തിക സഹായവും പരിശീലനവും നൽകുന്നുണ്ട് എന്നാണ് ഖ്വാജ ആസിഫ് വെളിപ്പെടുത്തിയത്. ഇസ്ലാമാബാദിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അങ്ങ് കത്തിക്കയറിയാണ് ഞങ്ങൾ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നു എന്നുപോലും ഈ മണ്ടൻ പറഞ്ഞത്. പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് സഹായം ചെയ്യുന്നുണ്ടെന്ന് ഇന്ത്യ നിരന്തരം ആരോപിക്കുന്നതിനിടെയായിരുന്നു പാക് മന്ത്രി അതങ്ങ് ഊട്ടിയുറപ്പിച്ചത്. എന്നാൽ ഭീകരവാദികളെ സഹായിക്കാൻ പാകിസ്ഥാൻ നിർബന്ധിതമായതിന് പിന്നിൽ പാശ്ചാത്യ രാജ്യങ്ങളായിരുന്നുവെന്നാണ് ഖ്വാജ ന്യായീകരണമായി പറയുന്നത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി യുഎസിനും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്കും വേണ്ടിയാണ് ഈ പ്രവൃത്തി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ആസിഫ് പ്രതികരിച്ചത്. എന്നാൽ അതൊരു വലിയ തെറ്റായിരുന്നുവെന്നും പാകിസ്ഥാൻ ഇപ്പോൾ അതിന്റെ പരിണിത ഫലങ്ങൾ നേരിടുകയാണെന്നും പാക് പ്രതിരോധ മന്ത്രി വിശദീകരിച്ചു. സോവിയറ്റ് യൂണിയനെതിരായ യുദ്ധത്തിലും പിന്നീട് 2001 സെപ്റ്റംബർ 11 യുഎസിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷമുണ്ടായ യുദ്ധത്തിലും യുഎസിനൊപ്പം പങ്കുചേർന്നില്ലായിരുന്നുവെങ്കിൽ പാകിസ്ഥാന് മികച്ച പ്രതിച്ഛായ ഉണ്ടാകുമായിരുന്നുവെന്നും ഖ്വാജ പറഞ്ഞു. സോവിയറ്റ് യൂണിയന്റെ അഫ്ഗാൻ അധിനിവേശത്തിനെതിരെ യുഎസ് തീവ്രവാദികളെ ഉപയോഗിച്ച് നിഴൽ യുദ്ധം നടത്തിയെന്ന് ഖ്വാജ ആസിഫ് പറഞ്ഞു. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന ഇന്ത്യയുടെ ആരോപണം മേഖലയിൽ അസ്ഥിരത സൃഷ്ടിക്കാനുള്ളതിന്റെ ശ്രമത്തിന്റെ ഭാഗമാണെന്ന് ആരോപണം ഇവർ ഉയർത്തി. ലഷ്കർ-ഇ തോയ്ബ ഇപ്പോൾ നിലവിലില്ല. ഇന്ത്യയിൽ ആക്രമണം നടത്തിയെന്ന് അവകാശപ്പെടുന്ന റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ പറ്റി ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. പഹൽഗാം ആക്രമണത്തെ ഞങ്ങൾ അപലപിക്കുന്നുവെന്നും വർഷങ്ങളായി പാകിസ്ഥാനും ഭീകരാക്രമണങ്ങളുടെ ഇരയാണെന്നും പ്രതിരോധ മന്ത്രി പ്രതികരിച്ചു. ഭീകരാക്രമണത്തിന് പ്രതികാരമായി ഇന്ത്യ ആക്രമിക്കാൻ ശ്രമിച്ചാൽ പാകിസ്ഥാൻ ആണവായുധം കൈവശമുള്ള രാജ്യമാണെന്ന് ഓർമ്മിക്കണമെന്നും പാക് പ്രതിരോധ മന്ത്രി പറഞ്ഞത്. ഇന്നും ഇപ്പോൾ ഇതേ വാദം ഉന്നയിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. പഹൽഗാമിലെ ആക്രമണത്തിന് ഉത്തരവാദികളെ കണ്ടെത്തി തെരഞ്ഞുപിടിച്ച് ശിക്ഷിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതിന് മറുപടിയായാണ് ഖ്വാജ ആസിഫിന്റെ പ്രതികരണം വന്നത്. പഹൽഗാം ആക്രമണത്തിന് പ്രതികാരമായി നയതന്ത്ര തലത്തിലും വ്യാപാര തലത്തിലും പാകിസ്ഥാനെതിരെ ഇന്ത്യ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനിടെ പഹൽഗാമിലെ പാകിസ്ഥാൻ ഭീകരാക്രമണത്തിന് പിന്നിൽ മറ്റ് രാജ്യങ്ങളുടെ പിന്തുണയുണ്ടോ? ഉണ്ടെന്നാണ് അമേരിക്കൻ ഇന്റലിജൻസിന്റെ വിലയിരുത്തൽ. 3ാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കാനുള്ള ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് എന്നാണ് ഉയർന്നുവരുന്ന വിലയിരുത്തലുകൾ. പാകിസ്ഥാന് പിന്നിൽ ചൈനീസ് പിന്തുണയുണ്ടോ എന്ന വാദം ശക്തമാകുകയാണ്. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തുന്ന നീക്കങ്ങൾക്ക് പിന്നിൽ ചൈനയുടെ യുദ്ധമോഹമാണെന്ന ചർച്ചയാണ് സജീവമാകുന്നത്. 2ാം ലോക മഹായുദ്ധം തുടങ്ങാൻ പ്രേരകമായ പോളണ്ട് ആക്രമണം പോലെ ഒന്ന് പ്രതീക്ഷിക്കണമെന്ന് വിലയിരുത്തൽ പാശ്ചാത്യ രാജ്യങ്ങളിലും സജീവമാണ്. ജപ്പാനെയും അമേരിക്കയെയും ശത്രു രാജ്യങ്ങളായി പ്രഖ്യാപിച്ചിട്ടുള്ള ചൈനീസ് നീക്കത്തിൽ പലവിധ സംശയങ്ങളുമുണ്ട്. തായ്വാൻ അധിനിവേശത്തിന് ചൈന ഒരുങ്ങുന്നതായി അമേരിക്കൻ ഇന്റലിജൻസ് വിലയിരുത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ പഹൽഗാമിലെ കൂട്ടക്കുരുതിക്ക് മാനങ്ങൾ ഏറെയാണെന്ന് വിലയിരുത്തൽ വരുന്നത്. അമേരിക്കയെയും ജപ്പാനെയും ശത്രുക്കളായി ചൈന പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ രണ്ട് രാജ്യങ്ങളുമായി ഇന്ന് നല്ല ബന്ധത്തിലാണ് ഇന്ത്യ.
ഈ സാഹചര്യത്തിലാണോ പഹൽഗാമിലെ ആക്രമണമെന്ന് സംശയമുണ്ട്. പഹൽഗാമിലെ ആക്രമണത്തെ അപലപിച്ച് ചൈന രംഗത്ത് വന്നിരുന്നു. ഇന്ത്യ നേരിടേണ്ടി വന്ന ദുരന്തത്തിൽ ഏറ്റവും ആത്മാർത്ഥമായി സഹതപിക്കുന്നതായി ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത്. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെ ഓർത്ത് വ്യസനിക്കുന്നതായും കൊല്ലപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബാംഗങ്ങളോട് ആത്മാർത്ഥമായ അനുതാപം പ്രകടിപ്പിക്കുന്നതായും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഗുവോ ജിയാകുൻ പറഞ്ഞു. ആക്രമണത്തെ ചൈന ശക്തമായി അപലപിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആക്രമണ സംഭവത്തിന്റെ റിപ്പോർട്ടുകൾ ചൈന ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നതായും ക്രൂരമായ ഭീകരാക്രമണത്തെ ചൈന ശക്തമായി അപലപിക്കുന്നതായും അദ്ദേഹം പ്രതികരിച്ചു. അപ്പോഴും പാകിസ്ഥാനെതിരെ ചൈന ഒന്നും പറയുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. പാകിസ്ഥാനും കൂടുതൽ പ്രകോപനത്തിനാണ് ശ്രമിക്കുന്നത്. ആണവ യുദ്ധ ഭീതി പോലും ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഉയർത്തുന്നുണ്ട്. ഇതിനെല്ലാം പിന്നിൽ ബാഹ്യ ഇടപെടലുണ്ടെന്നാണ് അമേരിക്ക അടക്കം വിലയിരുത്തുന്നത്. ചൈനയുടെ രഹസ്യ പിന്തുണയിൽ ഏഷ്യയെ സംഘർഷത്തിലേക്ക് കൊണ്ടുപോകാനും അതുവഴി തായ്വാനിലേക്കുള്ള ചൈനയുടെ കടന്നുകയറ്റത്തിന് അവസരം ഉണ്ടാക്കുകയുമാണ് ലക്ഷ്യമെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. പാകിസ്ഥാനെ ഒരക്ഷരം പറയാതെ ഇന്ത്യയോടൊപ്പം നിൽക്കുന്നു എന്നാണ് ചൈന പറയുന്നത്. ചൈനയുടെ ഈ അനുതാപത്തിലും അനുശോചനത്തിലുമൊന്നും ഒരു ആത്മാർത്ഥതയുമില്ല. പാകിസ്ഥാന്റെ ഭീകരാക്രമണങ്ങൾക്കും ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും എല്ലാ കാലത്തും സഹായം ചെയ്തിട്ടുള്ള രാജ്യം കൂടിയാണ് ഈ പറയുന്ന ചൈന. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.